ഈ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒരു തെറ്റായ ഒരു സന്ദേശം നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മൈത്രേയൻ സാർ ഒരു പരാമർശം നടത്തുന്നുണ്ടായിരുന്നു. ആ പരാമർശത്തെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയാണ് പോകുന്നത്. ഒരു വരി ഈ ഖുർആനകത്തെ നാട്ടുകാർക്ക് കൊള്ളാൻ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. ആ ഒരെണ്ണം പറ. ആ ഒരാളെ കൊല്ലുന്നതിനെ പറ്റി ഒന്നുമല്ല നമ്മുടെ ചർച്ച. നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കണം, അത് വെറുതെ പറയുന്നതാണ്. മൈത്ര സാറേ, ഇത് കൃത്യമായിട്ട് കേട്ടോളൂ. സൂറത്ത് നിസാ 36 ആയത്താണ് കേട്ടോ. ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും സഹവാസിയോടും വഴിപോക്കനോടും നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളോടും നല്ല നിലയിൽ വർത്തിക്കുക. ഇത് തന്നെയല്ലേ സാർ കുറച്ചു മുമ്പ് പറഞ്ഞത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അത് വേറെ രീതിയിൽ പറഞ്ഞു, ഒറ്റ വാക്കിൽ പറഞ്ഞു. ഇത് വിശദമായിട്ട് എല്ലാവരും എടുത്തു പറഞ്ഞു. എന്റെ പൊന്നു സാറേ, ഇതൊക്കെ ഒന്ന് വായിക്ക്, അല്ലാതെ ചുമ്മാ വന്ന് തള്ളിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും. എല്ലാ ഗ്രന്ഥങ്ങളിലും, അതിപ്പോ രാമായണോ അല്ലെ ഭഗവത്ഗീതയോ ഖുർആാനോ ബൈബിളോ എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിലും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ ചീത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് തള്ളിക്കളഞ്ഞിരുന്നേ, ചുമ്മാ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാമോ? വളരെ മോശമല്ലേ സാറേ? അപ്പൊ സാറേ, കണ്ടും കേട്ടും വായിച്ചിട്ടൊക്കെ ഈ സൈസ് പരിപാടിക്കാണ്. അതപ്പൊ എനിക്ക് പറയാം.